അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ളവരെ, വിശുദ്ധമായ റമദാനിലെ റഹ്മത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളിലാണ് നാമൊക്കെ നിലകൊള്ളുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന ഒരു ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ട്. റഹ്മത്ത് ആവശ്യമില്ലാത്ത ആരുമില്ല. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അവൻ്റെ റഹ്മത്ത് ആവശ്യമില്ലാത്ത സൃഷ്ടി ഏതാണ്? പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനമായി ചെയ്യാനുള്ളത് നമ്മുടെ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവോട് നമ്മൾ എന്ത് ചോദിച്ചാലും വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. എന്നോട് ചോദിച്ചാൽ ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞത് രാജാധിരാജനായ അള്ളാഹുവാണ്. അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിച്ചു വാങ്ങേണ്ട 10 ദിവസങ്ങളാണ്. ഈ ദിവസങ്ങൾ നമുക്ക് അതിൻ്റെ പ്രാധാന്യം വേണ്ടത്ര ബോധ്യപ്പെടാതെ കഴിഞ്ഞു പോയാൽ പിന്നീട് നമുക്ക് തിരിച്ചു കിട്ടുന്ന ദിവസങ്ങളല്ല എന്ന ഒരു ഓർമ്മ നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഫാത്തിഹ എടുത്ത് പരിശോധിച്ചാൽ അള്ളാഹുവിൻ്റെ പേര് 2 തവണയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അവൻ്റെ റഹ്മത്തിനെ കുറിച്ച് 4 സ്ഥലത്ത് പരാമർശങ്ങളുണ്ട്, 4 തവണ പരാമർശമുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത്രയും വലുതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ ഖുർആനിലെ സൂറത്തിൽ പോലും റഹ്മത്തിനെ കുറിച്ച് 4 പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് വളരെ വിശാലമാണ്. ആ റഹ്മത്തിൽ മഗ്ഫിറത്തുണ്ട്, ഇത്ഖും മിനന്നാറുണ്ട്, എല്ലാമുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് അവൻ പുറത്തു തരിക, നമ്മെ അവൻ്റെ ഔദാര്യം കൊണ്ട്, അവൻ്റെ കാരുണ്യം കൊണ്ട് നാം രക്ഷപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം. അതുകൊണ്ട് മാത്രമേ നമുക്ക് രക്ഷപ്പെടാനും കഴിയൂ. ഇബാദത്ത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ വലൗ അൻത എന്ന് ചോദിച്ചു സഹാബികൾ. അങ്ങും അങ്ങനെ തന്നെയാണോ? അതെ, ഞാനും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു എന്നെ പൊതിയുമ്പോഴേ ഞാനും സ്വർഗസ്ഥനാവുകയുള്ളൂ എന്ന് ലോകാനുഗ്രഹിയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിച്ചിട്ടുണ്ട്. ആ റഹ്മത്ത് ചോദിച്ചു വാങ്ങേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട 10 ദിവസങ്ങളിൽ നമുക്ക് അള്ളാഹുവോട് റഹ്മത്ത് ചോദിക്കാം. അവൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് ലഭിക്കേണ്ടത് എന്തൊക്കെയുണ്ടോ അതെല്ലാം ചോദിക്കാം. അതിനൊക്കെ ഏറ്റവും യുക്തമായ, ഏറ്റവും ഫലപ്രദമായ, ഏറ്റവും അനുയോജ്യമായ സമയങ്ങളാണ് എന്ന ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകാം. കഴിഞ്ഞുപോയ ജീവിതത്തിൽ പറ്റിയ പാകപ്പിഴവുകൾ, ആരാധനകളിൽ പറ്റിയിട്ടുള്ള വീഴ്ചകൾ, അതുപോലെ നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആവശ്യമായ 100 ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെയുണ്ട്. എല്ലാം റബ്ബിലേക്ക് സമർപ്പിക്കുക, അവൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ പുലർത്തുക. ആ പ്രതീക്ഷ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച് അള്ളാഹുവിലുള്ള പ്രതീക്ഷ ഏറ്റവും കൂടുതലുള്ളവരായിട്ട് വേണം നമുക്ക് ഈ റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ അങ്ങനെയായിരിക്കണം. അള്ളാഹുവിലുള്ള പ്രതീക്ഷ ഉള്ളവരേ ദുആ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് റബ്ബിലുള്ള പ്രതീക്ഷ നമുക്ക് വേണം, ആ പ്രതീക്ഷ ഏറ്റവും കൂടുതൽ വേണം. അപ്പോഴേ നമ്മൾ കൂടുതൽ അള്ളാഹുവോട് ചോദിക്കുകയുള്ളൂ. കൂടുതൽ ചോദിച്ചാലേ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഈ സമയങ്ങളെ, വിശുദ്ധമായ ഈ മാസത്തിലെ പവിത്രധന്യമായ 10 ദിവസങ്ങളെ ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.